മധു എസ് നായർ തൻ്റെ വൈദഗ്ധ്യം കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉയർന്ന നാവിക സജ്ജീകരണങ്ങൾ സൃഷ്ടിക്കാനും ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. CSL MDയും ചെയർമാനുമായ മധു എസ് നായർ അവരുകളെ ആശംസാ പ്രസംഗത്തിനും സമ്മാനദാനത്തിനുമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മധു എസ് നായർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ 35 കപ്പലുകൾ ഇതിനകം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചിട്ടുണ്ട്. 1972 ഏപ്രിലിൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഈ കപ്പൽശാലയ്ക്ക് തറക്കല്ലിട്ടത്. നിരവധി വർഷങ്ങളായി തന്റെ ശ്വാസം പോലെ അടുത്തറിയാവുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിന് വളർച്ചയുടെ പുതിയ ദിശ നൽകാൻ കഴിഞ്ഞതിൽ നിർണായക സ്ഥാനമുണ്ട് ശ്രീ മധു എസ് നായർക്ക്. സ്വന്തമായി വിമാനവാഹിനി കപ്പലുണ്ടാക്കി ലോകത്തിനു മുന്നിൽ ശൗര്യം കാണിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയ ഈ പദ്ധതിക്ക് പിന്നിലെ വീരൻ മലയാളി. ട്രെയിനിയായി ജോലിക്ക് കയറിയ സ്ഥാപനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന വിസ്മയം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സാരഥി മധു എസ് നായർക്ക് ബ്രില്യന്റ് വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട കേരള പോർട്സ് കോർപ്പറേഷൻ മന്ത്രി ശ്രീ VN വാസവൻ, മുൻ ചീഫ് സെക്രട്ടറിയും നമുക്ക് ഏവർക്കും പ്രിയങ്കരനുമായ ശ്രീ VP ജോയ് IAS, പ്രശസ്ത ഡോക്ടർ ശ്രീ പത്മ അവാർഡിയുടെയായ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, ബ്രില്യൻറ്റ് കുടുംബത്തിലെ the entire brilliant family, directors, teachers, coordinators, the entire brilliant family, നിങ്ങൾക്ക് ഏവർക്കും ആദ്യമായിട്ട് ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ this is actually your day. ഇന്നത്തെ സ്റ്റുഡൻസ് മെറിറ്റോറിയസ് ഹൈ അച്ചീവേഴ്സിൻ്റെ ഡേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. വളരെ ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരു മൈൽ സ്റ്റോൺ എത്തിയിരിക്കുകയാണ് നിങ്ങളിൽ പലരും. ഏറ്റവും മികച്ച ഒരു എൻട്രൻസ് എക്സാംസ്, രാജ്യത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാംസിൽ മികച്ച വിജയം നേടിയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ്, അതിലേക്ക് നിങ്ങളെ നയിച്ച ഒരുപാട് പേര്. ഇത് തുടങ്ങുന്നത് വീട്ടിൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടിയും കൂടെ നിന്നിരിക്കുന്ന സ്കൂളിലെയും ബ്രില്യൻറ്റിലെയും ടീച്ചർമാർ, ആ ബ്രില്യൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സെൻസ് ഓഫ് ഡയറക്ഷൻ, ഇതെല്ലാം കൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു സാഹചര്യത്തിലാണ്. ശ്രീ VP ജോയ് സാറ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഇതുപോലെയുള്ളൊരു ഒരു സ്റ്റുഡൻറ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന്, ഒരു ഹൈ അച്ചീവർ സ്റ്റുഡൻറ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈബ്സ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജറ്റിക് വൈബ്സ് ആണ് നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും കിട്ടുന്നത്. അതിൻ്റെ കൂടെ ശ്രീ ജോയ് സാറിനെ പോലെയുള്ളവർ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, ദ ഡെപ്ത് ഓഫ് ദ നോളജ്. ആൻഡ് ഇത് തന്നെയാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് എത്തി നിൽക്കുന്നത്, അദ്ദേഹം വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു, ദിസ് ഇസ് എ ലോങ് ജേർണി. എപ്പോഴും ഈ ജേർണി എൻജോയ് ചെയ്യണം. മൈൽ സ്റ്റോൺസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്നത് വലിയ മൈൽ സ്റ്റോണിലാണ്. സോ പ്ലീസ് എൻജോയ് ദ മൈൽ സ്റ്റോൺ ഓൾസോ. ആ മൈൽ സ്റ്റോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട കാര്യങ്ങളില്ല. എപ്പോഴും വളരെ സന്തോഷിച്ചോളൂ, പക്ഷേ മതിമറന്ന് ആഹ്ലാദിക്കരുത്. കാരണം യാത്രയിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. യാത്രയിൽ ഓരോ സ്റ്റെപ്പിലും സന്തോഷം കണ്ടെത്തണം. കാരണം അങ്ങനെ സന്തോഷം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ മൈൽ സ്റ്റോൺസ് വരും, ചില മൈൽ സ്റ്റോൺസ് നമുക്ക് വരാതിരിക്കും. അപ്പോൾ തളരാനും പാടില്ല. യു ക്യാൻ ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്, ബട്ട് യു കാൻ ഗെറ്റ് ത്രോൺ ഓഫ്. അപ്പോൾ ആ ലോങ് ജേർണി എൻജോയ് ചെയ്തിട്ടുള്ള ഈ ഒരു യാത്രയിൽ ഇന്നത്തെ ഈ ഒരു സ്റ്റേജും ഇന്നത്തെ ഒരു ദിവസവും അതെല്ലാം നമ്മുടെ ഓർമ്മകളിലും നമ്മുടെ മനസ്സുകളിലും എന്നും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. സോ യു ആർ ഗോയിങ് ടു ബി ഡോക്ടേഴ്സ്, യു ആർ ഗോയിങ് ടു ബി ഇൻ ദ മെഡിക്കൽ പ്രൊഫഷൻ. ആൻഡ് ഏറ്റവും ഡൈനാമിക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ AI-യും ML-ഉം ഇൻവോൾവ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട് മനുഷ്യർ മാറുന്നില്ലെങ്കിലും
ഒരുപാട് സിസ്റ്റംസ് ഡോക്ടേഴ്സ് എവിടെയുണ്ട്, ഡോക്ടേഴ്സ് വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ബട്ട് ദ ചേഞ്ചസ്, ദ ഡൈനാമിക്സ് ഇൻ എവ്രി ഫീൽഡ്, അത് ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും ടച്ച് ചെയ്യുന്ന ഡൈനാമിക്സ്. ഞാൻ വരുന്ന മേഖല എൻറ്റയർലി ഡിഫറെൻറ്റ് മേഖലയാണ്. എഞ്ചിനീയറിംഗിലെ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ വാട്ട് ഐ ഹവ് സീൻ ഈസ് വാട്ട് ഹാസ് ഹാപ്പൻ ഇൻ ദ ലാസ്റ്റ് 35 years. അതിനേക്കാളും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എവ്രി 5 years നടക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ ഒരുപാട് പഠിച്ച, ഒരുപാട് എഫേർട്ട് എടുത്ത്, ഒരുപാട് സാക്രിഫൈസസ് കൊടുത്തിട്ടാണ് ഈ പോയിന്റിൽ എത്തി നിൽക്കുന്നത്. ബട്ട് ദാറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ട്. യു വിൽ ഹാവ് ടു കണ്ടിന്യൂ ഡൂയിങ് ദിസ് ആൻഡ് കണ്ടിന്യൂവൽ ലേണിംഗ്. ഞാൻ എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നില്ല, കണ്ടിന്യൂവൽ ലേണിംഗ്. കാരണം ലേണിംഗ് എല്ലാ പോയിന്റിലും, ഈ ഓരോ ശ്വാസത്തിലും ലേണിംഗ് ഉണ്ട്. As you move forward, just keep your eyes, ears and the mind and the heart open. നമ്മുടെ ചുറ്റും നമുക്ക് ലേൺ ചെയ്യാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമാണ് എപ്പോഴും. അത് സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ്, സ്വീകരിക്കാനുള്ള so just don't get blinded, don't be shuttered down. എപ്പോഴും വരുന്ന ആ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ വേർഡ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂവൽ ലേണിംഗ് എന്നുള്ളതാണ്. നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ ലേൺ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു കണ്ടിന്യൂവൽ ലേണിംഗ് ഞങ്ങളെല്ലാം പ്രൊഫഷണലി ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റൻസിയാണ്. ഇന്ന് കൊച്ചിൻ കപ്പൽശാലയിലെല്ലാം ഒരുപാട് ഇൻഡസ്ട്രീസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് യുവർ കോമ്പറ്റൻസി. ആ കോമ്പറ്റൻസി മെഷർമെൻ്റ് ഉണ്ട് കണ്ടിന്യൂവൽ ലേണിംഗ് എന്നുള്ളതിന്. അപ്പോൾ കണ്ടിന്യൂവൽ ലേണിംഗ് ഈസ് വൺ തിങ് വിച്ച് ഐ വുഡ് വോണ്ട് ടു കൺവേ ടു യു. കാരണം നിങ്ങൾക്കതിന് കഴിവുള്ളവരാണ്. രണ്ടാമത്തെ ഒരു കാര്യം, സാക്രിഫൈസ് ആൻഡ് ഹാർഡ് വർക്ക്. സാക്രിഫൈസ് ആൻഡ് ഹാർഡ് വർക്ക് കാരണമാണ് നിങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം വീണ്ടും തിരിച്ചറിയണം, ആ സാക്രിഫൈസ്, ഒരു ചെടി വെച്ച് വളർന്ന് വലുതാവണം എന്നുണ്ടെങ്കിൽ അതിന് വായു വേണം, വെള്ളം വേണം, വെളിച്ചം വേണം. അതുപോലെ തന്നെ നമുക്ക് ആസ് വി മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്, apart from various other things, one very important part is sacrifice. ത്യജിക്കുവാനുള്ള, സഹിക്കുവാനുള്ള കഴിവ് പല കാര്യങ്ങളിലും. ആ സാക്രിഫൈസ് യു വുഡ് ഹാവ് സീൻ ആൻഡ് റിയലൈസേഷൻ, ഇത് സാക്രിഫൈസ് ആണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ മാതാപിതാക്കളുടെ സാക്രിഫൈസസ്, നിങ്ങളുടെ ഓൺ സാക്രിഫൈസസ്, അത് തിരിച്ചറിയണം. അത് പലപ്പോഴും നമ്മൾ സാക്രിഫൈസ് ആണെന്ന് തോന്നില്ല, പക്ഷെ ദെൻ ബേസിക്കലി യു വുഡ് ഹാവ് ലെറ്റ് ഗോൺ വേരിയസ് തിങ്സ്. ആ സാക്രിഫൈസിന്റെ ഗുണം ആസ് യു മൂവ് ഫോർവേഡ് ഓൾസോ നല്ല ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് വളരുക. ജോയ് സാർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വാട്ട്സ് എ പ്രൊഫഷണൽ, ഹൂ ഈസ് എ പ്രൊഫഷണൽ. സോ നമ്മളെല്ലാവരും പ്രൊഫഷണൽസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, നമ്മൾ മനുഷ്യരാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് റിലേഷൻഷിപ്സ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് വെട്ടിപ്പിടിച്ചു, എന്ത് എത്തിപ്പിടിച്ചു എന്നുള്ളത് ആയിരിക്കില്ല കാര്യം. അത് ഇന്ന് ചിലപ്പോൾ തിരിച്ചറിയില്ല. പക്ഷെ ആസ് യു മൂവ് ഫോർവേഡ്, പ്ലീസ് എൻജോയ് ദ ജേർണി, എൻജോയ് ദ റിലേഷൻസ്. ആൻഡ് ആസ് യു മൂവ് ഫോർവേഡ്, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എഗെയിൻ ഗ്ലോബൽ സിറ്റിസണായിട്ടായിരിക്കും നിങ്ങൾ പലരും വളരുന്നത്. അത് അങ്ങനെ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. കാരണം ദ വേൾഡ് ഈസ് ബിക്കം സോ സ്മോൾ. അപ്പോൾ ജോഗ്രഫി ഈസ് ഗോയിങ് ടു ബി ഇമ്മെറ്റീരിയൽ. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഏതാണ് നിങ്ങളുടെ പ്രവർത്തന മേഖല, എവിടെയായാലും യു വിൽ ഹാവ് ടു ഹാവ് എ ഗ്ലോബൽ തിങ്കിങ് ആൻഡ് എ ഗ്ലോബൽ ഔട്ട്ലുക്ക്. ഏത് മേഖലയിലായാലും ആ ഗ്ലോബൽ ഔട്ട്ലുക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എഗെയിൻ ആദ്യം പറഞ്ഞ മതിമറന്ന് ഉള്ള ആഹ്ലാദങ്ങൾ ആവരുത്. എപ്പോഴും ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്. ഡോണ്ട് ഗെറ്റ് ഓവറോൾഡ് ബൈ എനിത്തിങ് ആൻഡ് ഡോണ്ട് ഗെറ്റ് ടോട്ടലി ത്രോൺ ഓഫ് ബൈ എനിത്തിങ് എൽസ്. ആ ഡിസപ്പോയിൻമെന്റ് വരുമ്പോൾ അവിടെ ബ്രില്യൻറ്റിനെ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ എനിക്ക് എന്നും വ്യത്യസ്തമായി തോന്നിയിട്ടില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രില്യൻറ്റ് പോലൊരു സ്ഥാപനം ഇല്ലായിരുന്നു. അന്നെല്ലാം നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിരുന്നത് കോച്ചിങ്ങിനോ ഒരു അഡീഷണൽ കാര്യത്തിനോ റീച്ച് ഔട്ട് ചെയ്തിരുന്നത് പാൻ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയിരുന്നു. ബ്രില്യൻറ്റിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ കണ്ടത് എപ്പോഴും കുറേ ഒരു റൂട്ടഡ് ഇൻ ദ നമ്മുടെ സൊസൈറ്റിയിൽ റൂട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഏത് ഉന്നത സ്ഥാനങ്ങളെ എത്തിപ്പിടിക്കുമ്പോഴും അതെല്ലാം ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് ആശംസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. വന്ന വഴികൾ മറക്കാതിരിക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും സാക്രിഫൈസസ് മറക്കാതിരിക്കാൻ ശ്രമിക്കുക. വന്ന വഴി നിങ്ങളുടെ കൂടെ ഒരുപാട് പേര് നിന്നിട്ടുണ്ടാവും. നിങ്ങളുടെ LKG UKG തൊട്ട് 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ഒരുപാട് ടീച്ചേഴ്സിൻ്റെ മുഖങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാവണം. കൂടെ നിന്നിരുന്ന ആരെയും മറക്കരുത്. നിങ്ങളെക്കാൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് സമൂഹത്തിലുണ്ടെന്ന് തിരിച്ചറിയണം.
അതെപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ മനസ്സിന്റെ ബാക്കിൽ ഒരിക്കലും മറയാതെ അതെന്നും ഉണ്ടാവണം. എന്ന് നമുക്ക് സാഹചര്യം ഉണ്ടാവുന്നോ അന്ന് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ, പറ്റില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കരുത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ wherever it's our sphere of influence and whenever you can do it, please have the heart and the mind to reach out to the underprivileged in the society. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ഈ സന്തോഷവേളയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട ഒരു കോളിംഗ് ആണ്. സോ let you all have very very high and noble calling. Hard work can be a norm, but the calling has to be extremely high. And as you move forward, വന്ന വഴികൾ മറക്കാതിരിക്കുക, നാടിനെ മറക്കാതിരിക്കുക, ഭാരതത്തിനെ മറക്കാതിരിക്കുക, നമ്മുടെ വാല്യൂ സിസ്റ്റം മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ജഗദീശ്വരൻ കനിഞ്ഞു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ. ബ്രില്യൻറ്റ് സ്റ്റഡി സർക്കിളിന് വരും കാലങ്ങളിലേക്ക് ഇതിനേക്കാൾ ശക്തിയിൽ മുന്നേറുവാനുള്ള ആശംസകളും ഉണർവും എനർജിയും ഇതുപോലെയുള്ള യോഗങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ജലീഷ ബബ്നു. മലപ്പുറം സ്വദേശിനി ജലീഷ ബബ്നു വി ബിസിനസ്മാനായ മുഹമ്മദ് വിയുടെയും സറീനയുടെയും മകളാണ്. നീറ്റ് പരീക്ഷയിൽ 711 മാർക്കോടെ ദേശീയ തലത്തിൽ 140 റാങ്ക് കരസ്ഥമാക്കിയ ജലീഷയെ 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ആദരിക്കുന്നു. ആദ്യമായി ജലീഷ ബബ്നു വി. നീറ്റ് സ്കോർ 711, ഓൾ ഇന്ത്യ റാങ്ക് 140. ജലീഷയ്ക്ക് ലഭിക്കുന്നു 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമന്റോ. മുഹമ്മദ് ബേസിൽ ടി. നീറ്റ് സ്കോർ 706, ഓൾ ഇന്ത്യ റാങ്ക് 440, 25,000 രൂപ ക്യാഷ് പ്രൈസ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമന്റോ. I am welcoming Risa Siddiq onto stage to receive India NEET rank 1449 is getting 5,000 rupees cash prize, gold medal and memento. Welcome Davis George onto the stage. Score 700. NEET rank 1450 is getting rupees 5,000 cash prize, gold medal and memento. Shabarinath B. NEET score 700. All India rank 1451 is getting rupees 5,000 cash prize, gold medal and memento. Bharat Arun. NEET score 700. All India rank 1478 is getting rupees 5,000 cash prize, gold medal and memento. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.